നിറം ഉണ്ടല്ലോ, നിറം കാവിയും ബ്രൗണും അല്ലേ, മെറൂൺ കളറും. അത് ഒന്നൊന്നും അല്ല, നമ്മൾ അത് ഞാനിപ്പം അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പം. അതൊരു ഞാൻ ഇത് നല്ലത് പറഞ്ഞു ചോദിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ അന്തം വിട്ടുപോകുന്ന തരത്തിലുള്ള ഈ നിറങ്ങളാണ്. ഈ രണ്ട് നിറമൊന്നും അല്ല, പലതരം. എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഊഷ്മവർണ്ണങ്ങളെന്ന് പറയില്ല, അല്ലെ വാം കളേഴ്സ് എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു 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 എന്താ പറയണ്ട, ഒരു ആഘോഷമാണ് അവിടെ. ഓരോ ആളുകൾ ഓരോ സ്ഥലത്തു നിന്ന് വരുന്നൊരു ഓരോ തരത്തിലുള്ള നിറമാണ്. ശ്രീലങ്കക്കാർ മാത്രം വെള്ളയാണ്. ശ്രീലങ്കക്കാർ വെള്ളയാണ് പിന്നെ ഇടുന്നത്. പിന്നെ ഇന്ത്യക്കാർ കൂടുതലും കാവിയാണ്, അല്ല ഓറഞ്ചാണ്, നല്ല കാപ്പിപ്പൊടി കളർ, ബീറ്റ്റൂട്ടിന്റെ നിറം, എന്തൊക്കെ നിറങ്ങളാണെന്ന് അറിയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അത്. അത് വെച്ചിട്ട് വേണേ രാജ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ഈ ശ്രീലങ്കയില് അശോകന്റെ കാലത്ത് തന്നെ ബുദ്ധിസ്റ്റ് എത്തിയ സ്ഥലമാണ് ശ്രീലങ്ക. അപ്പൊ അവിടെ ഈ മഹാബോധി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വൃക്ഷം ഇവിടെ ബോധഗയയിലുണ്ട്. അതിന്റെ അടിയിൽ ഇരുന്നിട്ടാണല്ലോ അല്ലേ? അതിന്റെ അടിയിൽ ഇരുന്നിട്ടാണ്. അപ്പൊ എന്റെ ധാരണ ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ദൂരെ നിന്ന് കാണാവുന്ന ഒരു മരം, നമുക്ക് ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തൊരു മരം എന്നൊക്കെയായിരുന്നു എന്റെ ധാരണ. എങ്ങനെയാ? അത് ഭയങ്കര മതിലും ഒക്കെ കെട്ടി ഇവനെ അങ്ങ് ജയിലിലാക്കിയ പോലെ. അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ? അതിന്റെ അടുത്തൊന്നും ഇരിക്കാൻ പറ്റില്ല, അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കാം. അവിടെ ഒരുപാട് പേര് ഈ മറ്റേ ധ്യാനിക്കാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്. മെഡിറ്റേറ്റ് ചെയ്യാൻ വരുന്നവരും പുസ്തകം ഈ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ വായിക്കുന്നവരും, അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളോടെയും അതിനുവേണ്ടി മാത്രം വരുന്നവരുണ്ട്. എഴുന്നേറ്റ് പോവുകയില്ല. അതിന് ചില പിന്നെ അതിന്റെ ചുറ്റുമൊക്കെ ചില സ്ഥലങ്ങളൊക്കെ അതിന് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതൊന്നും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട്. മ്യൂസിക്കോ? നമ്മളിങ്ങനെ മ്യൂസിക് ചില ആളുകൾ അവരുടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ട് ഉച്ചത്തിലൊന്നും അല്ല, ഒരു ചില ഒക്കെയുള്ള ചില ഈ തമ്പുരിൻ്റെ ഒക്കെ ശബ്ദത്തിലുള്ള ഇത് അവരുടെ ഇടയിൽ കേൾക്കാവുന്ന പോലെ ചെറുതായിട്ട് പ്ലേ ചെയ്യാറുണ്ട്. അതിന് പ്രത്യേക ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട? അത് ശരിക്കും അത് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് അത് ഭിക്ഷാപാത്രമാണത്. ഈ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നത് അതിൽ ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ശരിക്കും അതിങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അത് കൺട്രോൾ ചെയ്താൽ ഒക്കെ എങ്ങനെ രീതിയിൽ വേണമെങ്കിൽ എൻ്റെ ഈ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാം. അതിൻ്റെ ഒരു ഉണ്ടയുള്ള സ്റ്റിക്ക് വെച്ചിട്ട്. പക്ഷെ അത് അന്നുണ്ടായിരുന്ന ഒരു സംഭവമൊന്നുമല്ല. അത് ഇങ്ങനത്തെ പിച്ചളപാത്രവും അല്ല, ഭിക്ഷാപാത്രം. പിന്നീട് എല്ലാവരുടെയും കയ്യിലൊരു ഭിക്ഷാപാത്രമുണ്ട്. ശരി. എന്തൊക്കെയാ ഭിക്ഷ കൊടുക്കുന്നത്? പൈസ മാത്രം. ഇപ്പൊ പൈസ മാത്രമേ ഉള്ളൂ. എന്തും കൊടുക്കാം. അവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു? അവിടെ 3 ദിവസം. അവിടെ നിന്ന് നളന്തൊക്കെ ചേർത്ത്. ധ്യാനിക്കാൻ ശ്രമിച്ചോ? എവിടെയെങ്കിലും പോയി ഇരുന്നോ? ഇരുന്നോ? ഞാൻ എനിക്ക് കാലുവേനെടുത്ത് പോയിരുന്നു ധ്യാനിക്കാൻ. അല്ല, അത് നമ്മൾ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം അതിനൊക്കെ ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം വേണം. എനിക്കൊന്നുമില്ല. അപ്പം പിന്നെ നമ്മൾ ധ്യാനിക്കുന്നവരെ കാണുക, ധ്യാനം കാണുക എന്നുള്ളതേ പറ്റുള്ളൂ. ധ്യാനം കൂടുക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ വളരെ പീസ്ഫുൾ ആണ് അവിടെ. ഇങ്ങനെ ഈ ഒച്ചമ്പോളൊന്നും ഇല്ല. ടൂറിസം എന്നുള്ള സെൻസിൽ ഉണ്ടോ? ഈ വരുന്നവരൊക്കെ ബുദ്ധിസ്റ്റ് ടൂറിസ്റ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ശ്രീലങ്കയിൽ നിന്ന് വരുന്നവരും കൊറിയയിൽ നിന്ന് വരുന്നവരും പലരും സംഘങ്ങളായിട്ട് വരുന്നത്. അതായത് കൂടുതൽ ക്യാമറമാനൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അവർ ഫോട്ടോ എടുക്കാൻ ഒരാൾ, പിന്നെ അങ്ങനെയുണ്ട്. ഇപ്പോൾ താജ്മഹൽ കാണാൻ വരുന്ന പോലെയാണ് വരുന്നത് പലരും. അതൊരു വലിയ ടൂറിസ്റ്റ് സ്ഥലമാണ് ബോധ്ഗയ. പ്രധാന ടൂറിസ്റ്റുകൾ പിന്നെ ബുദ്ധമത വിശ്വാസികളാണെന്നേ ഉള്ളൂ വ്യത്യാസം. കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചില്ലറ, പിന്നെ ഇതുപോലെ തന്നെ മുത്തുമാലയോ അങ്ങനെയൊക്കെയുള്ള ഇതപ്പെടുത്തിയ അപ്പൊ അതൊക്കെ ഉള്ളൂ. അല്ലാതെ പിന്നെ ഹോട്ടലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ഈ പറഞ്ഞ ബുദ്ധന്റെ പേരിലും ബുദ്ധന്റെ വീട്ടുകാരുടെ പേരിലും ഒക്കെയുള്ള ഹോട്ടലുകളാണ്. പക്ഷേ നമുക്കൊരു ഒരു ഇത് ഫീൽ ചെയ്യും അവിടെ ചെന്നാൽ. ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് നമുക്ക് തോന്നും. കാലം ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പം അവിടെയുള്ള ഈ മഹാബോധി വൃക്ഷം ശരിക്കും ബുദ്ധൻ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നല്ല. അത് പോയി. അതിന് പകരം ഈ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു മരം ശ്രീലങ്കയിൽ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തൈ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. കാലം ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ഇതൊരു സാധാരണ സ്ഥലമല്ലെന്ന് തോന്നുന്നു. ഈ ബുദ്ധസന്യാസിമാര് ചെല്ലുമ്പോൾ തോന്നുന്ന ഫീൽ അല്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയില്ലേ ഫെയ്ത്ത് വേണമെന്ന്. അപ്പൊ ഫീൽ ചെയ്ത ചരിത്രം എന്താണ്?
യുദ്ധമാണോ, സിദ്ധാർത്ഥനെയാണോ, ഇറങ്ങിപ്പോക്കാണോ, ബോധമാണോ? ബോധം. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ, അതായത് ഇവർ ബുദ്ധ വിശ്വാസപ്രകാരം ഇത് ഒരു നിമിഷത്തിൽ സംഭവിച്ച ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഏതാണ് ബോധം എന്ന് പറയുന്നത്? ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് പോലെ ഉണ്ടാകുന്നതാണെന്നൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചാൽ നമുക്കത് വളരെ എന്താ പറയണ്ട, ഒരു അതിശയകരമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. അതല്ലാതെ ഇങ്ങനെ വളരെ ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ ഒരു പിന്നെ ചരിത്രമല്ല, ഇതിൻ്റെ വിശ്വാസ രേഖ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബോധിസത്വം എന്ന് കേട്ടിട്ടില്ലേ? ആരാണ് ബോധിസത്വം എന്ന് ചോദിച്ചാൽ, ഈ ബുദ്ധ വിശ്വാസപ്രകാരം കാലചക്രം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മൾ വീണ്ടും വീണ്ടും പുനർജനിച്ചുകൊണ്ടിരിക്കും, മരിക്കും ജനിക്കും. അതിനാണ് കാലചക്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള മോചനമാണ് പിന്നെ നിർവ്വാണം. ഈ മോചനത്തിനുള്ള മാർഗം അന്വേഷിച്ച് അലയുന്നവനാണ് ബോധിസത്വൻ. ആ മോചന മാർഗം കണ്ടുപിടിക്കുന്നയാളാണ് ബുദ്ധൻ. അപ്പോൾ എല്ലാ ബോധിസത്വന്മാർക്കും ബുദ്ധനാകാൻ പറ്റില്ല. ഇത് ആദ്യത്തെ അവസാനത്തെ ബുദ്ധനല്ല, ഗൗതമ ബുദ്ധൻ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ കൺസെപ്റ്റുകൾ. അടുത്ത ബുദ്ധൻ ജനിക്കാൻ വന്നപ്പോൾ എന്നറിയോ? അടുത്ത ബുദ്ധനാണ് മൈത്രേയൻ. അടുത്ത ബുദ്ധൻ ജനിക്കുന്നത് ഇന്നത്തെ ഈ ബുദ്ധൻ്റെ എല്ലാ സന്ദേശങ്ങളും എല്ലാ റിലിക്സും ഈ ലോകം പരിപൂർണമായിട്ട് മറന്നതിന് ശേഷമേ അടുത്ത ബുദ്ധൻ ജനിക്കുകയുള്ളൂ. ഇതിൻ്റെ ഒരൊന്നും ബാക്കി കിടക്കാത്ത അവസ്ഥയിലോട്ട് പിന്നെ ആ അവസ്ഥയിൽ ഇപ്പോഴത്തെ പ്രമാണങ്ങളും വിശ്വാസങ്ങളും അസ്തമിച്ചതിന് ശേഷം അടുത്ത ബുദ്ധൻ ജനിക്കുകയുള്ളൂ. അതൊക്കെ എന്തൊരു കൺസെപ്റ്റാണ്. ആ ബുദ്ധനാണ് മൈത്രേയൻ. ഇതൊക്കെയാണ് അവിടെ ഓരോരുത്തർ പറയുന്നത്. അതിനെ സാധൂകരിക്കുന്നതാണോ അന്തരീക്ഷം? ഏതിനെ? ഈ നമ്മുടെ ഈ ബുദ്ധിസ്റ്റ് കൺസെപ്റ്റ് ഒക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അതെന്ന് വെച്ചാൽ അതിനങ്ങനെ നമുക്ക് വിപരീതമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഓരോ ബുദ്ധിസത്തിന് പല ബ്രാഞ്ചുകളുണ്ടല്ലോ. ഓരോന്നിനും ഓരോ പിന്നെ കൺസെപ്റ്റാണ്. ഇപ്പം മഹായാന ബുദ്ധിസത്തിൽ പറയുന്നത് നമ്മൾ നിർവ്വാണപ്രാപ്തിയാണ് ലക്ഷ്യം വെക്കേണ്ടത്, അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതിന് തൊട്ട് താഴെയുള്ള തേരാവാദ എന്ന് പറയുന്ന ബുദ്ധിസം പറയുന്നത് നിർവ്വാണം എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും നമുക്ക് പിന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത്യപൂർവം ആളുകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും ലെവലിൽ പോകണ്ട. അതാണ് ഒരു മധ്യമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ മഹായാനക്കാർ ഇവരെ വിളിക്കുന്നത് ഹീനയാനം എന്നാണ്. അതായത് താഴെയുള്ള. പിന്നെ ഒരുപാടുണ്ട്, പിന്നെ വജ്രയാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം അംബേദ്കറുടെ ബുദ്ധമാർഗത്തിൻ്റെ പേര് നവയാനം എന്നാണ്. ഇംഗ്ലീഷിൽ നിയോ ബുദ്ധിസം എന്നാണ് പറയുന്നത്.